إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد സൂറ അൽ ബഖറയിൽ 174-ാമത്തെ ആയത്തിന്റെ വിശദീകരണം അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നാർ അല്ലദീന യാദുകൂട്ടർ യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നു അംവാലഹും അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നു ബില്ലൈലി വന്നാർ രാത്രിയും പകലും സിർറൻ രഹസ്യമായും വഅലാനിയതൻ പരസ്യമായും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു കൂട്ടർ ഫലഹും അവർക്കുണ്ട് അജ്റുഹും അവരുടെ പ്രതിഫലമുണ്ട് ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അലൈഹിം അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല. വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടിയും വരില്ല. കാരണം അവർക്ക് ആ ദാനധർമ്മത്തിന്റെ പേരിൽ അവർക്ക് അവരുടെ പ്രതിഫലം അല്ലാഹുവിനടുക്കൽ സുനിശ്ചിതമാണ്. അവർ സൽക്കർമ്മികളായി അല്ലാഹുവിനടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടവരാണ്. അതിനാൽ ഇഹലോകത്തോ അല്ലെങ്കിൽ പരലോകത്തോ അല്ലെങ്കിൽ മരണസമയത്തോ യാതൊരു തരത്തിലുള്ള വേവലാതികളോ ബേജാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയപ്പാടുകളോ ദുഃഖങ്ങളോ അവർ അഭിമുഖീകരിക്കില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ കാര്യങ്ങൾ നാം പ്രത്യേകം വിലയിരുത്തി മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നതിന്റെ പ്രത്യേകതയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിശദീകരിച്ചു തരുന്നത്. രഹസ്യദാനധർമ്മമാണ് പരസ്യദാനധർമ്മത്തെക്കാൾ പ്രധാനം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ജനങ്ങളെ കാണാൻ വേണ്ടി ദാനധർമ്മം ചെയ്യാൻ പാടില്ല. ദാനധർമ്മം സ്വീകരിച്ച ആ സ്വീകർത്താവിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്വീകർത്താവിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കാൻ പാടില്ല. അതുപോലെ കൊടുത്തതെടുത്ത് പറയാൻ പാടില്ല. ഇങ്ങനെ നിസ്വാർത്ഥമായി ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അല്ലാഹുവിനടുക്കൽ പരിപൂർണമായും സ്വീകാര്യമാണ്. ആ സ്വീകാര്യമായ ദാനധർമ്മത്തിന്റെ പേരിൽ അവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ ഒരു ചെറിയൊരു കാരക്കയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നതെങ്കിലും അല്ലാഹു അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച ഹദീസിൽ വന്നിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നിന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.